ദിനം ദിനം ശക്തിപ്പെട്ടു വരുന്ന ഭാരതത്തെ തടയാൻ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് കൂച്ചുവിലങ്ങിടാൻ ഡൊണാൾഡ് ട്രംപ് വീണ്ടും തറക്കളിക്കിറങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ 50% താരിഫ് ഇന്ത്യയുടെ രോമത്തിൽ ഏൽക്കുന്നില്ല. മറിച്ച് ഇന്ത്യ ശക്തമായി ജപ്പാനിലും ചൈനയിലും റഷ്യയിലും അടക്കമുള്ള രാജ്യങ്ങളുമായി കൂടുതൽ കരാറുകളിൽ ഏർപ്പെട്ട് കുതിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴിതാ യൂറോപ്പിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. യൂറോപ്പ് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തണം എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോടക്കം പറയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇന്ത്യക്കെതിരെ കർശന ഉപരോധമാണ് യൂറോപ്പിനോട് ഏർപ്പെടുത്താനായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എണ്ണ, വാതകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നിർത്തിക്കൊള്ളണം. അമേരിക്ക യൂറോപ്പിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് വാസ്തവത്തിൽ ട്രംപ് ഭരണകൂടം യൂറോപ്പ് ഇന്ത്യക്ക് മേൽ ദ്വിതീയ താരിഫ് ചുമത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ കൂടുതൽ കഠിനമായ ശിക്ഷാ തീരുവകൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 27 മുതൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% താരിഫാണ് ചുമത്തിയത്. എന്നിരുന്നാലും ഇന്ത്യയുടെ മേലുള്ള താരിഫ് സംബന്ധിച്ചൊരു യൂറോപ്യൻ നേതാവിൽ നിന്നും ഒരു പ്രസ്താവനയും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇന്ത്യ ശക്തമായിട്ടുള്ള എതിർപ്പുകളാണ് ഇതിൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 50% തീരുവയെ ഇന്ത്യ ശക്തമായി എതിർത്ത സമയത്താണ് ഈ സംഭവ വികാസം ഉണ്ടാകുന്നത്. റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്ന രാജ്യമായ ചൈനയെയും യൂറോപ്പും മോസ്കോയിൽ നിന്നും നിരന്തരം ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ പാശ്ചാത്യ രാജ്യങ്ങളെ വിമർശിച്ചു. എന്നാൽ ഇന്ത്യ നേരിടുന്ന താരിഫുകൾ ഇരു രാജ്യങ്ങളും ഇതുവരെ നേരിട്ടിട്ടില്ല. അതായത് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയും നേരിട്ടിട്ടില്ല, പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യ നേരിടുന്ന അത്ര താരിഫ് നേരിട്ടിട്ടില്ല എന്നാണ് കൃത്യമായി ഇന്ത്യ പറയുന്നത്. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങി യുക്രൈനിലെ യുദ്ധത്തിന് ഇന്ധനം നൽകുന്നതിലൂടെ ഇന്ത്യ മോസ്കോയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുണ്ടെന്ന് അമേരിക്ക വീണ്ടും ആരോപിക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ചില യൂറോപ്യൻ നേതാക്കൾ പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൗസ് മുതിർന്ന ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അലാസ്ക ഉച്ചകോടിയിൽ ട്രംപും പുതിനും തമ്മിലുള്ള പുരോഗതിയെ അട്ടിമറിക്കാൻ അവർ മറഞ്ഞിരിക്കുന്നതായിട്ടാണ് പലരും അവകാശപ്പെടുന്നത്. എന്തായാലും യൂറോപ്യൻ നേതാക്കളോട് ട്രംപ് അമർഷത്തോടെ സംസാരിച്ചു എന്നും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.